നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ്, മീ ജൂലിയ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയൊരു ലെയർ 1 ടെസ്റ്റ് നെറ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതാണ് ഗോഫർ AI. ഇപ്പോൾ ഇത് ആൽഫ സ്റ്റേജിലാണ് ഗൈസ്. ഇപ്പം നിലവിൽ ഈ ഒരു ടെസ്റ്റ് നെറ്റ് ആൽഫ സ്റ്റേജിലാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ടെസ്റ്റ് നെറ്റ് സ്റ്റാർട്ടായിട്ട് ഏതാണ്ട് 2 to 3 days മാത്രമേ ആയിട്ടുള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട ഉടനെ തന്നെ ഈ ടെസ്റ്റ് നെറ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് ഏർലി സ്റ്റേജിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം നല്ല രീതിയിൽ ഇതിൽ ടോപ്പ് ആവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്യുവാണെങ്കിൽ എന്തായാലും ഒരു 1000-നുള്ളിൽ നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും, അത് ഉറപ്പാണ്. സോ നിങ്ങൾ മാക്സിമം ഇപ്പം തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒട്ടും താമസിപ്പിക്കരുത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഗോഫർ AI കുറിച്ചിട്ടാണ്. ഗോഫർ AI എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു AI ഡേറ്റ എക്കണോമിക്കിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണ് ഗോഫർ AI എന്ന് പറയുന്നത്. സിംപ്ലി പറഞ്ഞാൽ AI മോഡൽസിനും ആപ്സിനും വേണ്ട ഡേറ്റാസ് വളരെ ഫാസ്റ്റ്ലി ആൻഡ് സേഫ്ലി ലഭിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് ഗോഫർ AI എന്ന് പറയാം. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. മാസ എന്ന് പറയുന്ന നെറ്റ്വർക്ക് റീബ്രാൻഡ് ചെയ്തതാണ് ഗോഫർ AI. പുതിയൊരു എക്കോസിസ്റ്റം കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം ടെസ്റ്റ് നെറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്ന് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്സിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളത് കയറി ചെക്ക് ചെയ്യുക. ഇനി ഡോക്സ് വായിക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മുടെ ടെലിഗ്രാമിലെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾ വന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ ഒട്ടും പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾ ടെസ്റ്റ് നെറ്റിൻ്റെ സൈറ്റിലേക്ക് കയറുക. ദെൻ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആദ്യം എന്താ ചെയ്യേണ്ടത്, വാലറ്റ് കണക്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് കോസ്മോസ് വാലറ്റ് ആണ്. സോ കെപ്ലറോ ലീപ്പ് വാലറ്റോ ആയിരിക്കണം നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഞാൻ കെപ്ലറാണ് കണക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ കെപ്ലർ കണക്ട് ചെയ്യുക. ദെൻ കണക്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ നിങ്ങൾ ഗോഫറിൻ്റെ നെറ്റ്വർക്ക് കൂടെ ആഡ് ചെയ്യണം കെപ്ലറിൽ. സോ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് വന്നോളും, നിങ്ങൾ ജസ്റ്റ് കൺഫേം ചെയ്ത് വിട്ടാൽ മാത്രം മതി ഇവിടെ. അപ്പോൾ നമ്മുടെ വാലറ്റ് കണക്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ടെസ്റ്റ് നെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആവശ്യം, ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് ആവശ്യമായിട്ട് വരും. സോ നമുക്ക് അത് ഫോസിറ്റിൽ നിന്ന് ക്ലെയിം ചെയ്യണം. അപ്പോൾ അതാ ഇവിടെ ഫോസിറ്റിൽ നിന്ന് നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലെന്നറിയാം, നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്യുക, ദെൻ നിങ്ങൾ ഗെറ്റ് കൊടുക്കുക, ജസ്റ്റ് ക്ലെയിം ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 5 GOAI ടോക്കൺസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ ഒറ്റ ക്ലിക്ക് ചെയ്താലൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിക്കോസ് നല്ല എററാണ് ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി, കാരണം ഇത് സ്റ്റാർട്ടിങ് ഫേസിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള എറേഴ്സ് ഇവിടെ ഉണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഓരോ പ്രാവശ്യവും ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വട്ടം നിങ്ങൾക്കത് സെറ്റാവും, അങ്ങനെ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ നിങ്ങളിവിടെ ഈ ഒരു സെക്ഷനിൽ ഫോസിൽ നിന്ന് ക്ലെയിം ചെയ്യേണ്ട ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കുറച്ച് മെനക്കെട്ടേ വരത്തുള്ളൂ. അപ്പോൾ അതാ എനിക്കിവിടെ 5 GOAI ടോക്കൺസ് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റേക്ക് ചെയ്യാനായിട്ട് പോവാം. സോ നമുക്കിവിടെ സ്റ്റേക്ക് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ദാ ഇവിടെ നിങ്ങൾക്ക് ഡെലിഗേറ്റ് എന്ന് പറഞ്ഞ് കാണാം. അവിടെ നിങ്ങൾക്ക് കുറച്ച് ടോക്കൺസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 4 ടോക്കണാണ് കൊടുക്കുന്നത് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട്. സോ നിങ്ങളും ആ ഒരു എമൗണ്ട് തന്നെ കൊടുത്ത് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ താഴേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ബ്രിഡ്ജ്, അസറ്റ് ലിസ്റ്റ്, ഗവേണൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. സോ ഇതിനകത്ത് 1-2 കമ്മിങ് സൂൺ ആണ്, ബ്രിഡ്ജൊക്കെ കമ്മിങ് സൂൺ ആണ്. സോ നമുക്ക് ഇപ്പോൾ ഗവേണൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഗവേണൻസ് എടുക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പ്രപ്പോസൽസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിലവിൽ 2 പ്രപ്പോസൽ ഉണ്ടായിരുന്നു. മേ ബി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അത് എൻഡായിട്ടുണ്ടാവാം, എൻഡായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി പ്രപ്പോസൽസ് വരുന്ന സമയത്ത്, ഇവരുടെ അപ്ഡേറ്റ്സ് അവർ ഇടുന്ന സമയത്ത് നമ്മൾ നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും, ഇതിൻ്റെ അപ്ഡേറ്റുകൾ വരും തോറും. അപ്പം എങ്ങനെയാണ് അപ്ഡേറ്റ്സുകൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് അറിയാലോ, നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ്. സോ നിങ്ങൾ അതുവഴി ചെക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടെസ്റ്റ് നെറ്റ് ടാസ്കുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ, ബിക്കോസ് ഇത് ഏർലി സ്റ്റേജിലാണ്. സോ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടത് ചെയ്തിരുന്നാൽ മാത്രം മതി. ഇനി ഇവിടെ മറ്റു 1-2 കാര്യങ്ങളോട് നമുക്ക് ചെയ്യാനുണ്ട്. അതിനകത്ത് ഒന്നാണ് ഗാലക്സി ടാസ്കുകൾ. ഓക്കെ, അപ്പം ഇവർ 1-2 ഗാലക്സി ടാസ്കുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം നമുക്കിവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ കയറുക. അപ്പോൾ അതായത് ഗാലക്സി ടാസ്കിൻ്റെ സൈറ്റാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 തരം ഗാലക്സി ടാസ്ക്കാണ് ഇപ്പോൾ ലൈവായിട്ടുള്ളത് നിലവിൽ.
അപ്പോൾ അതിൽ ഒന്നെന്ന് പറയുന്നത് ടെസ്റ്റ് ടൈപ്പ് ക്വസ്റ്റുകളായിരിക്കും. സോ അതിന് നിങ്ങൾക്ക് 800 പോയിൻറ്റ്സോളം ലഭിക്കും. മറ്റൊന്ന് ഗോഫർ ജെൻസിസ് ക്വസ്റ്റുകളാണ്. സോ അതിൽ നിങ്ങൾക്ക് 1200 1300 പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഡെയിലി ക്ലെയിം ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഡെയിലി ഈ ഒരു ഗാലക്സി ടാസ്ക് എടുത്തിട്ട് നിങ്ങളത് ക്ലെയിം ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി ക്ലെയിം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ലോയൽറ്റി പോയിന്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ സാധിക്കും. അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ റാങ്ക് 161ാമത്തെ റാങ്കാണ്. ബിക്കോസ് എനിക്ക് 2200 പോയിന്റ്സ് ഉണ്ട്. സോ അതുകൊണ്ട് 161ാമത്തെ റാങ്കാണ് എനിക്കുള്ളത്. സോ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ പോയിന്റ്സിനനുസരിച്ചുള്ള റാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ ഗോഫറിൻ്റെ കേസിൽ, ഗോഫർ എയുടെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് ഗോഫർ പോയിന്റ്സ് തന്നെയാണ്. ടെസ്റ്റ് നെറ്റ് ടാസ്കുകൾ ചെയ്താലും ഗാലക്സി ടാസ്കുകൾ ചെയ്താലും അവരുടെ ട്വിറ്ററിലോ അല്ലെങ്കിൽ ഡിസ്കോഡിലോ ഒക്കെ ഇൻട്രാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? ഗോഫർ പോയിന്റ്സ് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ എല്ലാ ടാസ്കുകളും ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒപ്പം ഇൻട്രാക്റ്റും ചെയ്യാനായിട്ട് ശ്രമിക്കുക. എവിടെ? ഡിസ്കോഡിൽ. ഇനി ഇത് കൂടാതെ അവരുടെ ഡിസ്കോഡ് റോൾസ് കൂടെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾ കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ദ ചാനൽസ് ആൻഡ് റോൾസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ചാനൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റോൾസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ഉള്ള റോൾസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിസ്കോഡ് സെർവറിൽ നിങ്ങൾ ആക്റ്റീവ് ആകുക, കൂടുതലായിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ഇതിലൂടെയും നിങ്ങൾക്ക് ഗോഫർ പോയിന്റ്സ് ലഭിക്കുന്നതായിരിക്കും. സോ ഈയിടെയായിട്ട് കണ്ടുവരുന്ന ഒട്ടുമിക്ക പ്രോജക്റ്റുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ ഡിസ്കോഡിൽ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും അവർ പോയിന്റ്സ് തരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതേപോലെ തന്നെയാണ് ഗോഫറിൻ്റെ കേസിൽ. ഗോഫറിൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്താലും ഗോഫർ AI ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് ഗോഫർ പോയിന്റ്സ് ലഭിക്കും എന്നതാണ് അവരുടെ ഡോക്സിൽ നിന്നും പല ആർട്ടിക്കിൾസിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. മാക്സിമം നിങ്ങൾ ഈ ഒരു ചാൻസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ. കാരണം നമ്മൾ ഏർലി സ്റ്റേജിലായതുകൊണ്ട് തന്നെ. സോ ഇനിയെങ്കിലും നിങ്ങളൊന്നും മിസ് ചെയ്യരുത്. ഇതുവരെ മിസ് ചെയ്തതൊക്കെ പോട്ടെ, ഇനിയെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഇനി നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് നെറ്റോ അല്ലെങ്കിൽ ഗാലക്സി ടാസ്കുകളോ ഒക്കെ ചെയ്യുമായിരിക്കും. ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരിക്കും. ഇത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ചെയ്യുകയും ചെയ്യുമായിരിക്കും. പക്ഷേ ഇങ്ങനെ ഇത്രയും ചെയ്തത് കൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊണ്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സുകൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്ര നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അവരുടെ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മുടെ ടെലഗ്രാം മെമ്പേഴ്സ് പോലും പലരും പല അപ്ഡേറ്റ്സുകളും മിസ് ചെയ്യാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം നിങ്ങളിലേക്ക് എല്ലാ അപ്ഡേറ്റ്സും എത്തിക്കാൻ തന്നെ നമ്മൾ ശ്രമിക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് മിസ്സാക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിവാർഡ്സ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മറക്കരുത്, കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. പിന്നെ അത്രയൊക്കെ ഇവിടെ പറയാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടാസ്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് എൻ്റെ വോയിസ് പറയാനായിട്ട് പറ്റിയിട്ടില്ല. സോ ആ ഒരു ടാസ്കിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളത് കയറി ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ വന്ന് ജസ്റ്റ് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾ നല്ല രീതിയിൽ ഇതിനകത്ത് പെർഫോം ചെയ്യുക. മാക്സിമം നല്ല രീതിയിലുള്ള റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലതായിട്ട് വരെ ബൈ ഗായ്സ്.